നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. അത് സാറിന് പക്ഷേ ഇനി ഇതിന്റെ പറ്റിമാർ എന്റെ പിള്ളേരുടെ നെഞ്ചത്തോടെങ്ങാനും കയറാൻ വന്നാലുണ്ടല്ലോ അതിനവസ്ഥ എന്തായാലും ബാക്കിയായിട്ടല്ലോ ചെറിയ വിളിച്ച് ഞെട്ടാൻ തയ്യാറായി ഹോസ്റ്റലിന്റെ വെളിയിലേക്ക് വരാൻ എല്ലാവരും പ്രോട്ടീൻ വേഴ്സസ് ഫൈബർ ഡിബേറ്റിലാണ്. പക്ഷേ ക്വൈക്കോസിൽ രണ്ടുമുണ്ട്. നാച്ചുറൽ പ്രോട്ടീനും ഫൈബറും നിറഞ്ഞ സോളിഡ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വെറും വാക്കല്ല. ക്വൈക്കോ വേൾഡ്സ് നമ്പർ 1 പവർ ബ്രാൻഡ്. Cappuccino assassino. Catch Furries എന്ന മൾട്ടിവേഴ്സൽ പദ്ധതിയുടെ പിടിച്ചുപറി എന്നുള്ളതിന്റെ മലയാളത്തിൽ അർത്ഥമുണ്ട്. ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മൾട്ടിവേഴ്സൽ കമ്പനി. അതിന്റെ സാങ്കേതിക ഉപദേഷ്ടാവാണ് കണ്ണൻ. ഇത് ഷിപ്പ് ആൻഡ് വൈറ്റില്ല, GA കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇതുപോലുള്ള വ്യവസായ സംരംഭകരാണ് നമ്മുടെ നാടിന്റെ മികച്ച ശരിയാച്ചു. പലരും കൂട്ടിവെച്ച മുതലുകളാണ് പിന്നെ ഇതുപോലൊരു വലിയ മനുഷ്യൻ വന്ന് നിനക്കൊരു കാപ്പ് മേടിച്ചു തരാൻ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ആവില്ല മൈസാക്ക്. എവിടെ പോയി എന്തെങ്കിലും കഴിച്ചോണ്ടൊന്നും ഈ ലോക്ക് ബ്രേക്കിംഗ് സ്പെഷ്യലിസ്റ്റ് എന്റെ ഫോണുള്ളപ്പോ ആ സ്ഥാനം അച്ഛൻ്റെ ഉള്ളിൽ തിരിച്ചു അല്ലല്ല, ഞങ്ങൾക്ക് പൊരട്ടിപ്പള്ളി പെരുന്നാളും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നേർച്ചയാണ്. ഞങ്ങൾക്ക് നന്നായിട്ടൊന്നുമില്ല. പുതിയ സീനിയറിന് ഇവരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, അടുത്ത ദിവസം തന്നെ അവരെയും കൂട്ടി ആദ്യ ശ്രമം. ഇന്നലെ പടിവാളത്ത് എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഞാൻ കഴുത്തം നിർത്തുപോയി. ഇങ്ങനെയൊക്കെ നടത്താൻ മതിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കി ഒട്ടി കൂട്ടുന്നത്. അത് നീ എങ്ങനെയുണ്ട്? ഏതുതരം മഞ്ഞ തലവടിപ്പാടുള്ള മാന്യന്മാരുടെ എല്ലാ വള്ളിയും പുളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വൈകാതെ ആ 6 കെട്ട് പുറത്തായി. നിങ്ങളൊക്കെ പെട്ടു. ആ ബ്രോക്കർ സുഹൃത്ത് അന്ന് ആ കുഞ്ചാക്കയോടൊപ്പം കണ്ടപ്പോഴേ എന്തോ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞില്ലേ. മിസ്റ്റർ കുഞ്ചാക്സ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ആ വഴുക്കുമാർക്ക് തലകറങ്ങിയിരിക്കുന്നു. മനുഷ്യരുടെ
നീയല്ലേ പറഞ്ഞത്? ഇനി ആ സ്വപ്നം വെച്ചാൽ അവിടെ കാല് പിടിക്കാൻ പോകുന്നത് അങ്ങനെ കിട്ടുന്നത്. ഇത്ര അർത്ഥവത്തായ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. മരിച്ചാലും വേണ്ടി ഞങ്ങൾക്കിപ്പോ മരിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുവന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പറ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പോയിട്ട് പഠിക്കാനുള്ള ഷോക്കടിയായിട്ട് അമ്മായി എന്നെ സിനിമ സെക്കൻഡ് കണ്ടു വരുമ്പോൾ അത് നിങ്ങൾ സുഹൃത്ത് സുഖം ഞങ്ങൾക്കുള്ളവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. വേണ്ട വേണ്ട ഞാൻ ഒരുപാട് 100 വട്ടം പറഞ്ഞു. നിങ്ങൾ ഇത്രയും പേരുടെ സെറ്റപ്പ് എനിക്ക് വളരെ കുറവാണ്. ഒരു ഗെമിക്ക് വേണ്ടി എല്ലാവരും ചെയ്ത പോലെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടാണ് ഞാനും ഒന്ന് ഇറങ്ങി വന്നത്. ചമ്മലോർത്ത് അതിനെപ്പറ്റി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ല, പറഞ്ഞില്ല. യുവമാരാരും ഷർട്ടിന്റെ ഒറ്റ ബട്ടൺ പോലും അവളുടെ റൂമിൽ നിന്ന് അഴിച്ചിട്ടുമില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഭർത്ത പറയും പോലെ വേണ്ടാത്ത വള്ളിയും കൊണ്ടേയും പിടിച്ച് പറയുകയും ചെയ്തു. ഇത് വേറെ വല്ല പെണ്ണുങ്ങൾ കാണോടെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പാപ്പ നിങ്ങളുടെ ആ സ്ഥലത്ത് സ്വന്തം പറഞ്ഞു അവൾ പിടിച്ച് അവളിക്കാൻ Boneca Ambalabu. വീട്ടിൽ കണ്ട നമ്മളാ പണ്ടാരത്തിന്റെ റൂമിൽ കയറി ഓർഡർ കൃത്യമായി പറയണ ആ പൊട്ടച്ചക്കന്മാരുടെ മൊത്തം നമുക്ക് ആ അഹങ്കാരി ഇല്ലാത്തവർ പറയുന്നത് ഞാനൊരു ഉറങ്ങൂടി വേണം. അപ്പൊ അവൻ മുമ്പ് ഉപയോഗിക്കുന്ന ഈ സംക്രമം ഇത് വെച്ച് നമുക്കൊരു കാര്യം അതെ പൂത്ത പൈസയുള്ള വീട്ടിലേക്ക് വേണ്ടമാണ്. നമുക്കൊരു 25 ലക്ഷം രൂപ ചോദിച്ചാലോ? അത് തീരെ കുറഞ്ഞു പോയെങ്കിൽ ആദ്യം കിട്ടുന്ന 15 ലക്ഷം ഞാൻ ലാസർ മുതലാളിയുടെ ഫിഷിംഗ് ബോട്ട് പാപ്പി വിൽക്കാനിട്ടിരിക്കുവാ. അത് മേടിച്ച് ഡാരിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണ്. എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. ഇവന്റെ മമ്മിക്ക് വീകാനായിട്ട് പെങ്ങൾക്ക് ലുലുമാണെന്നായി ഈ മണ്ണൂരിയുടെ വെള്ളത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ചായക്കാർക്ക് പോലും കിട്ടും. നമ്മൾ പെടും. ഏതായാലും ഈ പരിപാടിക്ക് ഞാൻ ഈ സമയത്ത് കുളിക്കാൻ കഴിയില്ല. ഞാനും തീരെ പ്രതീക്ഷിക്കാത്തൊരു പുള്ളിയായിരുന്നു. പോയി നടത്തുന്ന പൈസ അച്ഛനുള്ള സാഹചര്യം അച്ഛന്മാർ കിടന്നെല്ലാം തീർത്ത കളി കളിച്ചോ കിടന്ന സ്പോർട്സ് കോട്ടയുള്ള പറഞ്ഞ് കുറേ അമ്മമാർ വന്നിട്ടുണ്ട്. ഒരു ഗുണമില്ല. അതാ ഒരു നാളെ നമുക്ക് കപ്പടിക്കണം. ഉറപ്പായില്ല അച്ഛോ ഞാൻ